അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ വീടുകളിൽ ദാരിദ്ര്യം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നാം ഓതേണ്ടുന്ന സൂറത്താണ് സൂറത്തുൽ വാഖിഅ. ഈ സൂറത്ത് ഓതേണ്ടത് മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയ്ക്കാണ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞത് മുതൽ ഇശാഇൻ്റെ ബാങ്ക് വിളിക്കുന്നത് വരെയുള്ള ഈ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിൽ ഈ സൂറത്ത് പാരായണം ചെയ്യുക. അങ്ങനെ പാരായണം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്നത് ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹ് നമ്മളെ കാക്കും. പടച്ച തമ്പുരാൻ പട്ടിണിയിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കും. അപ്പോൾ എപ്പോഴും എല്ലാ ദിവസവും മുടങ്ങാതെ മഗ്രിബിന് ശേഷം ഇൻഷാ അള്ളാഹ് ഈ സൂറത്തിൽ വാഖിഅ ഓതാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക. പലരും ഓതുന്നുണ്ടാവും, എന്നാലും ഓതാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വീടുകളിൽ ഈ സൂറത്ത് ഓതാൻ ഇൻഷാ അള്ളാഹ് ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ വീടുകളിൽ ബറക്കത്ത് ലഭിക്കാനും നമ്മുടെ വീടുകളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകാനും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണത്തിലൂടെ സാധിക്കും. ഇന്ന് നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം തന്നെ നിലച്ചിരിക്കുകയാണ്. പല വീടുകളിലും ഒരു സൂറത്ത് യാസീൻ പോലും ഓതാൻ മടിക്കുന്ന അവസ്ഥയിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. ഖുർആൻ പാരായണം ഒരിക്കലും നിന്നു പോകരുത്. അങ്ങനെ നിന്നു പോകുന്ന പക്ഷം പല പ്രശ്നങ്ങളും പല ഇടങ്ങേറുകളിൽ നാം എത്തിച്ചേരും. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പോൾ എല്ലാവരും ഈ സൂറത്ത് ഓതുകയല്ലേ? തീർച്ചയായിട്ടും ഓതണം. പരിശുദ്ധ ഖുർആനാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകരിലേക്ക് എത്തിച്ചു കൊടുത്ത ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യണം. അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ വളരെ 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 വലുതാണ്. അള്ളാഹു കാക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അള്ളാഹ്. അപ്പോൾ ഈ പറയപ്പെടുന്ന ഈ സൂറത്തുൽ വാഖിഅ നിങ്ങളുടെ വീടുകളിൽ തീർച്ചയായിട്ടും മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയ്ക്ക് ഓതാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഞാൻ ആ സൂറത്തൊന്ന് ഓതിത്തരാം. നമുക്ക് അതിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിലത്തുർ റാഫിഅ ഇദാ റജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ فكانت هباء منبثا وكنتم أزواجا ثلاثا فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما وأصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يسرون على الحنث العظيم وكانوا يقولون أئذا متنا وكنا ترابا وعظاما أئنا لمبعوثون أوآباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم
ثم إنكم أيها الضالون المكذبون لآكلون من شجر من زقوم فمالئون منها البطون فشاربون عليه من الحميم فشاربون شرب الهيم هذا نزلهم يوم الدين نحن خلقناكم فلولا تصدقون أفرأيتم ما تمنون أأنتم تخلقونه أم نحن الخالقون نحن قدرنا بينكم الموت وما نحن بمسبوقين على أن نبدل أمثالكم وننشئكم فيما لا تعلمون ولقد علمتم النشأة الأولى فلولا تذكرون أفرأيتم ما تحرثون أأنتم تزرعونه أم نحن الزارعون لو نشاء لجعلناه حطاما فظلتم تفكهون إنا لمغرمون بل نحن محرومون أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون أفرأيتم النار التي تورون أأنتم أنشأتم شجرتها أم نحن المنشئون نحن جعلناها تذكرة ومتاعا للمقوين فسبح باسم ربك العظيم فلا أقسم بمواقع النجوم وإنه لقسم لو تعلمون عظيم إنه لقرآن كريم في كتاب مكنون لا يمسه إلا المطهرون تنزيل من رب العالمين أفبهذا الحديث أنتم مدهنون وتجعلون رزقكم أنكم تكذبون فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين فأما إن كان من المقربين فروح وريحان وجنة نعيم وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين وأما إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم صدق الله العظيم അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ഓതാൻ പോകുന്ന സൂറത്തുൽ മുൽക്കാണ്. ഈ സൂറത്തും കൂടി നമ്മൾ പറഞ്ഞ ആ സമയത്തിൽ ഓതേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ രണ്ട് സൂറത്തുകളും പരമാവധി നിങ്ങൾ ഈ സമയത്ത് ഓതാൻ തന്നെ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ഇഹലോകവും പരലോകമൊക്കെ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഈ അമലുകളൊക്കെ ചെയ്യുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത സൂറത്തിലേക്ക് കടക്കുകയാണ്. സൂറത്തുൽ മുൽക്ക് എല്ലാവരും കൂടെ തന്നെ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير
قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم واجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاسبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين الحمد لله إن شاء الله രണ്ട് സൂറത്തിൽ പാരായണം ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും കഴിയുമെങ്കിൽ ഒരു ദുആയും കൂടി ചെയ്യുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് ചെറിയൊരു ദുആ ചെയ്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് നമുക്ക് അവസാനിപ്പിക്കാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൻ്റെതായ തിരക്കിനിടയിൽ ഇതുപോലെയുള്ള കുറച്ച് അമലുകൾ നാളെ പരലോകത്തും ഖബറിൽ നമുക്ക് കൂട്ടായിട്ട് വരും ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ദുനിയാവും ആഖിറത്തിലൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് അമലുകളാണ് ഇതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയൊരു ദുആ ചെയ്ത് നമുക്ക് നമ്മുടെ മജ്ലിസ് അവസാനിപ്പിക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام
حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അള്ളാഹുവേ, കരുണയുള്ള നാഥ, കൃപയുള്ള തമ്പുരാനെ, ദയാലുവായ രാജാതിരാജനായ അല്ലാ, ഞങ്ങൾ ഓതിയതിനെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നിന്റെ കരുണ കൊണ്ട്, നിന്റെ കൃപ കൊണ്ട് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. അള്ളാഹുവെ, ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല പിഴവുകളും നീ മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ ശിഷ്ടകാല ജീവിതം പാപമുക്ത നിലയിൽ ജീവിച്ച് ഈമാനോടുകൂടി വിട പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അള്ളാഹുവെ, പടച്ച തമ്പുരാനെ, എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് നീ മാറ്റിത്തരണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിയുന്ന അല്ലാ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അറിയുന്ന നാഥ, ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ നീക്കിത്തരണേ തമ്പുരാനെ. അള്ളാഹുവെ, ദാരിദ്ര്യത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. പട്ടിണിയിൽ നിന്നും നീ കാക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ, ശൈത്വാനിയായ ഷർറുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ. മനുഷ്യ ഷർറുകളെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ആപത്ത് അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ. അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അള്ളാഹുവെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, റോഡരികിൽ ചിഹ്നിച്ചെതിരെ കിടക്കുന്ന അവസ്ഥയിലുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭവനങ്ങളിലും വാഹനങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. നിന്റെ കാവൽ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നിന്റെ കാവൽ നൽകണേ അല്ലാ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതങ്ങൾ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാ. കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ നീ തുറന്നു തരണേ തമ്പുരാനെ. പൈസ കടം കൊടുത്തവർക്ക് എത്രയും പെട്ടെന്ന് തിരികെ ലഭിക്കുവാനുള്ള അവസരങ്ങൾ നീ അനുകൂലമാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, പടച്ച തമ്പുരാനെ, നിന്റെ മുന്നിൽ നീട്ടുന്ന ഈ കരങ്ങളെ നിന്റെ സൃഷ്ടികൾ മുന്നിൽ നീ നീട്ടിപ്പിക്കല്ലേ അല്ലാ. അള്ളാഹു, നിന്റെ മുന്നിൽ നടത്തുന്ന യാചന നിന്റെ സൃഷ്ടികൾ മുന്നിൽ നീ യാചിപ്പിക്കല്ലേ അല്ലാ. മരണം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അള്ളാഹുവെ, ഇസ്സത്ത് നൽകണേ അല്ലാ. ആരുടെ മുന്നിലും തലകുനിക്കാതെ, ആരുടെ മുന്നിലും കൈനീട്ടാതെ ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാ. അള്ളാഹു, ഞങ്ങളുടെ കുടുംബങ്ങൾ നീ ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. എല്ലാ ഭീകരമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണയല്ല. പടച്ച തമ്പുരാൻ, ഞങ്ങളുടെ മക്കളിൽ നീ ബറക്കത്ത് നൽകണയല്ല. ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ നീ ബറക്കത്ത് നൽകണയല്ല. എല്ലാ പൈശാചിക ഷർറുകളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. ഈ ദുആയ്ക്ക് ആമീൻ പറയുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണയല്ല. അവരുടെ വീടുകളിലൊക്കെ നീ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണയല്ല. ആമീൻ പറയുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണയല്ല. അവിടെ ഹലാലായ മുറാദുകൾ നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളുടെ ഓരോ മജ്ലിസുകളിലും പങ്കെടുത്ത് അതിന് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാ. അവിടെ വീടുകളിലെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ 5 വഖ്ത് നിസ്കാരം നിലനിർത്തുന്നവർ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, ഗൾഫ് നാടുകളിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട് അല്ലാ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഒരുപാട് പേര് കഴിയുന്നുണ്ട് തമ്പുരാനെ. പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലാ. തടസ്സങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. പോയവർ പടച്ച തമ്പുരാനെ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഹൈറായ ജോലികൾ നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഹൈറായ ജോലികൾ നീ നൽകണേ അല്ലാ. ഹൈറായ അറബികളെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, അവിടെ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അർഹമായ വേതനം കിട്ടുന്നതാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, പോയതുപോലെ സന്തോഷത്തോടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിയെത്താനുള്ള ഭാഗ്യം അവർക്ക് നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ കാക്കണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അല്ലാ, ഞങ്ങളുടെ പല ഭാഗങ്ങളിൽ ഞങ്ങൾ സഞ്ചരിക്കുന്നവരാണല്ലാ. പല യാത്രകൾ ഞങ്ങൾ നടത്തുന്നവരാണ് അല്ലാ. എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സ്നേഹിതന്മാരെയും സുഹൃത്തുക്കളെയൊക്കെ നീ കാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബങ്ങൾ നീ ഒത്തൊരുമ നൽകണേ അല്ലാ. പടച്ച തമ്പുരാനെ, വർഷങ്ങളായി കലഹിച്ച് കിടക്കുന്നവർക്ക് അല്ലാഹുവേ, മനസ്സുകൾ തമ്മിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ,
തമ്പുരാനെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുവാനുള്ള മനസ്സ് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ച തമ്പുരാനെ മരണപ്പെടുന്നതിന് മുമ്പ് ആ പരിശുദ്ധമാക്കപ്പെട്ട മക്കയൊന്ന് കാണാൻ, മദീനയൊന്ന് കൺകുളിർക്കെ കാണാൻ, മഹാന്മാരുടെ പാദസ്പർശനം കൊണ്ട് പുളകിതമായ പുണ്യമണ്ണൊക്കെ ഒന്ന് കൺകുളിർക്കയൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അത് കിട്ടിയവർക്ക് വീണ്ടും വീണ്ടും അവിടെ പോകാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലി അലാ ജമീഅൽ അംബിയാ വൽ മുർസലീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.